പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഇന്ന് ജൂലൈ 19 ശനിയാഴ്ച. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകര നിൻ്റെ ശിരസിൽ പതിക്കട്ടെ. നിന്നെ ബുദ്ധിമുട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവേ, നിൻ്റെ രോഗങ്ങൾ, കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ, അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപാസനത്താര ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ
നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ, പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധ ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികളെ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയം ഭാരപ്പെടുന്നുണ്ട്, ദൈവത്തിലെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നതെന്ന് ഓർക്കുക. കാരണം നിന്നെ കർത്താവ് ഓർക്കുന്നത് കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് ഓർക്കുക. നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ, ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ, ദൈവത്തിൻ്റെ സന്ധിപ്പിൽ നിന്നോ ദൈവത്തിലെ നീ അകലെയല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക. കർത്താവെ, നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അതിൽ നിറ്റ് വീഴുന്ന രക്തത്തെ ഓർത്തുകൊണ്ട് കുടുംബത്തോട് കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ കുരിശ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിൽ കരുണ തോന്നണമേ. സർവോപരി എൻ്റെ കർത്താവെ, അങ്ങനെ മഹത്വപൂർണ്ണ തിരുവുത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുറപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ആശീർവദിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ പറയണത് ഇപ്പം ബാങ്കിലും തന്നെ നമുക്ക് ലോൺ എടുക്കണം. ഇപ്പം വാസ്തവത്തിൽ എന്തുമാത്രം ആൾക്കാരാണ് വരണത്, ലോൺ കിട്ടുന്നില്ല വെച്ചാൽ എന്താണ്. അപ്പോൾ അവർക്ക് കാനഡയിലോ ന്യൂസിലൻഡിലൊക്കെ പോകാനാണ് വിദ്യാഭ്യാസ ലോണും. എന്താ കാര്യം, അവിടെ ചേട്ടൻ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ എൽഡർ സിസ്റ്റർ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ബാങ്കുകാരൻ നോക്കുമ്പോൾ ബാങ്കുകാരനെ സംബന്ധിച്ചിടത്തോളം സിവിൽ പോയിൻറ്റ്സ് കൗണ്ട് ചെയ്യുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, അവരെ അക്കൗണ്ടിൽ ഇട്ട പണം എപ്പോഴും എടുക്കുന്നവരാണോ, എപ്പോൾ പണം നമ്മൾ ഇട്ടിട്ട് എപ്പോഴും എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കത്തില്ല ബാങ്കുകാർ. എന്താ കാര്യം, ഇവർ കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കുക, തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവരാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും വിഡ്രോയിലാണ് കാണുന്നത്. കുറച്ച് പണം വന്നിട്ട് പടപടാന്ന് വിഡ്രോയിൽ വരുന്നുണ്ട്. ഡിപ്പോസിറ്റ് വരുന്നേക്കാൾ വിഡ്രോയിലാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് സിവിൽ പോയിൻറ്റ്സിൻ്റെ ഒരു കാര്യം. എന്താണ്? അതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്നുള്ളതുകൊണ്ട് ലോൺ കിട്ടത്തില്ല. അവർ പറയും സിവിൽ പോയിൻറ്റ്സ് ഇല്ലെന്ന് പറയും. അതിനൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിനൊക്കെ പൈസയൊക്കെ എപ്പോഴും എടുത്തുകൊണ്ടിരുന്ന അതിനൊരു പോയിൻ്റ് ഉണ്ട്, മൈനസ് പോയിൻ്റാണത്. അതാണ് സിവിൽ പോയിൻറ്റ്സ്, അത് മൈനസ് പോയിൻ്റാണത്. പിന്നെ ചില ആൾക്കാരെന്ന് വെച്ചാൽ നേരത്തെ ഉള്ള ആൾക്കാർ, നിങ്ങളുടെ ബ്രദേഴ്സൊക്കെ വീട്ടിലുള്ളവർ ലോൺ എടുത്തിട്ട് അടത്തില്ലെങ്കിലും മൈനസ് പോയിൻ്റ് വരും. അപ്പോൾ എല്ലാം കൂടി അടുത്തൊരു ലോണിന് പറ്റാതെ വരും. അടുത്തൊരു ലോൺ കിട്ടുന്നത് അതിന് അവർ പറയണത് സിവിൽ പോയിൻ്റിലെന്നാണ് പറയണത്. ഇത് തന്നെയാണ് പ്രേയറിൽ വരുന്ന വിഷയങ്ങൾ. ദൈവത്തിൽ നിന്ന് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റുക, അതിന് നമ്മൾ തിരിച്ചടക്കേണ്ടത് നന്ദിയാണ്. ചില ആൾക്കാർ സാക്ഷ്യം പറയത്തില്ല, അപ്പം നിങ്ങളുടെ സിവിൽ പോയിൻ്റ് പോകും. ഞാനതിൽ എപ്പോഴും സാക്ഷ്യം പറയുമോ എന്ന് പറയാം. എന്താ കാര്യം, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് തിരക്കിയില്ലേ. 10 പേരല്ലേ സുഖപ്പെട്ടത്, 9 പേർക്കും തിരിച്ചടവില്ലല്ലോ എന്നല്ലേ പറയണത്. ലുക്ക 17:17. യേശു ചോദിച്ചു 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? 9 പേർ എവിടെ? അവർ തിരിച്ചു വന്ന് നന്ദി പറയാ. വായിച്ചെന്താ? അവർക്ക് ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അതാണ് സംഭവം. അപ്പം അതാണ് തിരിച്ചടവെന്ന് പറയണത്. നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയാൽ പിന്നെന്താണ് ചെയ്യേണ്ടത്? അടുത്ത പരിപാടി തന്നെ തിരിച്ചടവ് എന്താണ്? ഓരോ അനുഗ്രഹത്തെ, ഇപ്പം കല്യാണം നടന്നു, നീ പരീക്ഷ പാസ്സായി, അതിൻ്റെ പറമ്പ് വിറ്റു, അതിൻ്റെ തിരിച്ചടവ് എന്താണ്? ദൈവത്തെ. അപ്പോൾ ഞാൻ പള്ളിക്കൊണ്ട് നേർച്ചയിട്ട് കുർബാനയിൽ ചെന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. കടമയല്ലാത്ത കാര്യങ്ങളാണ്. എന്താണ്? ഈ വിജാതിനൊഴി ആർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹത്വപ്പെടുത്തുന്നതിനാണ് തിരിച്ചടവെന്ന് പറയണത്. നിങ്ങൾക്ക് ചില ആൾക്കാർ കൃപാസനത്തിലേക്ക് വരികയോ വന്ന് എന്തുമാത്രം അനുഗ്രഹം കിട്ടിയാലും അവരൊരിക്കലും സാക്ഷ്യം പറയത്തില്ല.
എന്താ തിരിച്ചടവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഞാനവരോട് പറയും, പൊതുവായിട്ട് പറയും, നിങ്ങളെ സാക്ഷ്യം പറയാതെ മുങ്ങുന്ന പാർട്ടിയില്ലേ, തിരിച്ചടക്കാതെ മുങ്ങുന്ന, നാളെ ഒരു ആവശ്യം വന്നാൽ ഇതിനേക്കാൾ ഗതികെട്ടൊരു ആവശ്യമായിരിക്കും നാളെ വരാൻ പോണത്. പക്ഷേ തിരിച്ചടവില്ലാത്ത കാരണം, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത കാരണം അത് ബ്ലോക്കായി പോകും. ഞാൻ ബിബ്ലിക്കലായിട്ടല്ല സംസാരിക്കണത്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ അറിയുമല്ലോ. ഇപ്പം നിങ്ങളിപ്പോൾ ദൈവത്തേക്ക് അനുഗ്രഹം അടിച്ചു മാറ്റി വെച്ചും നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കേമത്വം എന്നാണ് പറഞ്ഞിരിക്കണത്. അതാണ് ഇങ്ങനെ ബബ പറയേണ്ടത്. അത് സാക്ഷ്യം പറയാത്ത പരിപാടി അതാണ്. നാട്ടിലും വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും എൻ്റെ പഠനം, എൻ്റെ കഷ്ടപ്പാട്, എനിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള കഴിവെന്നൊക്കെയാണ് പുറത്ത് തട്ടിവിട്ടിരിക്കുന്നത്. ഇവർ ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നന്ദി എന്ന് രഹസ്യമായിട്ട് പറയും. നാട്ടുകാർ പറയും, എൻ്റെ മകൻ എന്തുമാത്രം പഠിച്ചു, അവൻ്റെ കൂടെ ഞാൻ ഉറക്ക ഒളിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും. അത് അമ്മയും പറയും, മകനും പറയും, മകളും പറയും. അപ്പം ദൈവത്തിനെ പറ്റിക്കും. അങ്ങനെ പിന്നീട് ഇതിനേക്കാൾ ഗതികെട്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ. പരീക്ഷ ജയിച്ച് ജോലി കിട്ടി, ഇനിയിപ്പോൾ കല്യാണം കഴിക്കണ്ടേ. എൻ്റെ ദൈവത്തിലെ നിനക്ക് കല്യാണം കഴിച്ചുകൊണ്ടാണ് കൊച്ചു മകൻ കഞ്ചാവാണെങ്കിൽ തീർന്നില്ലേ. ഒരിക്കലും നിങ്ങളെ എന്തെങ്കിലും നേടിയെന്നും പറഞ്ഞ് പൊട്ടം കളിച്ച് ദൈവത്തിന് പണയം കൊടുത്ത് പോകരുത്. അതാണ് എപ്പോഴും ഓന്തോടിയാൽ വെയിൽ വരെ ഓടത്തുള്ളൂ. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് നിങ്ങളത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇപ്പം ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയാണ്. അവർക്കൊന്ന് അവരുടെ വീട്, അവരുടെ നാട്, ഞാൻ കളക്ടറാണ്, ഞാൻ തഹസിൽദാരാണ്, ഞാൻ അധ്യാപകനാണ്, അയ്യോ ഞാനിങ്ങനെ എന്ന് പറയുമ്പോൾ പിള്ളേരെ കാണിക്കല് അവരെന്ത് വിചാരിക്കല്, ഞങ്ങൾക്ക് റോട്ടറി ക്ലബ്ബിലെ മെമ്പറാണ്, ലയൺസ് ക്ലബ്ബിലെ മെമ്പറാണ്, അവിടെ ചെറിയ പറയും നീ പ്രാർത്ഥനക്കാരനാണ് എന്നൊക്കെ ചോദിക്കത്തില്ലേ. ആൾക്കാർക്ക് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ദൈവത്തെ തള്ളിപ്പറയും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയുടെ കരുത്. റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. പ്രൊട്ടക്ഷൻ പോയെന്ന് അർത്ഥം. അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും അവരെ വിട്ടുകൊടുത്തെന്നാ പറയണത്. സിംഹങ്ങൾക്ക് ഇട്ടുകൊടുന്ന് പറഞ്ഞിട്ടില്ലേ. അവരുടെ പ്രൊട്ടക്ഷൻ പോയി. ഈ 10 കുട്ടികളെ സുഖപ്പെട്ടിട്ട് ഒരുത്തനല്ലേ തിരിച്ചു വന്നുള്ളത്. ആ 9 പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. ഇനി അവൻ്റെ ചിന്തയ്ക്ക് സംരക്ഷണമില്ല. എന്താണ് പറയണത്? എന്തൊക്കെ വിട്ടുകൊടുത്തിരിക്കണത്? അതൊന്ന് വായിച്ചേ. അധമ വികാരങ്ങൾക്ക്, പിന്നെ എന്താണ്? അനുചിത പ്രവൃത്തി. 2 കാര്യങ്ങൾ വരും. പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ സംരക്ഷണം പോയ 2 കാര്യങ്ങൾ സംഭവിക്കും. എന്താണ്? അധമ വികാരം ഉണ്ടാകും. അധമ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സദ്വികാരം ഉണ്ടാകും, അഥവാ സദ്വികാരം അല്ലാത്ത മോശം വികാരം ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശരി അഥവാ വികാരം, ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബന്ധു നിൻ്റെ വീട്ടിൽ നീ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചേച്ചി, എൻ്റെ ആൻറ്റി, എൻ്റെ അങ്കിള് ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടാ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ കഴിക്കരുത്, നിങ്ങളുടെ വീടാണ്. ഞാൻ ഇപ്പോൾ വന്നിട്ട് കൂടെ, ഞാൻ പണ്ട് വന്നതല്ലേ, ഇപ്പോൾ ഞാൻ 10-15 കൊല്ലം വരെ ഇവിടെ ഈ പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാം മാറിപ്പോയി, ഞാൻ നിങ്ങളുടെ വീടാണ് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ കയറിയത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ 2 നില 3 നിലയുള്ള വീട് നോക്കി കയറിയതാണല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട് കൊച്ചാണ് എന്ന് ഇവർ വെറുതെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ആ വിരുന്നുകാരൻ പോയി കഴിഞ്ഞിട്ട് ഇവർ ഭാര്യയും ഭർത്താവും പറയും ഇത് പൊളിച്ചു പണിയാൻ പറയും. അതാണ് അർത്ഥമ വികാരം. അതിന് പോയി ലോൺ എടുക്കും 50 ലക്ഷത്തിൻ്റെ. അതിൻ്റെ ഇൻട്രസ്റ്റ്, ഇവൻ്റെ പണി തീരാൻ പോയി. പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ അർത്ഥമ വികാരം വരും. അനുചിതമായിട്ടുള്ള അത് ഉചിതമല്ലല്ലോ. അത് അകപ്പാട്ടൊരു ഒരു വീടല്ലേ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ. ആ വീട്ടിലെ മുറി 8 ഉണ്ട്, താഴെ മുകളിലുമായിട്ട് ഒരു മകന് 8 മുറി. അനുചിതമല്ലേ? അത് വായിച്ചേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും അസൂയ, മത്സരം പോലെ അനുചിത പ്രവൃത്തി, ഉചിതമല്ലാത്ത പ്രവൃത്തി. എന്താണ്? അവർക്ക് സ്നേഹം പോയി കഴിഞ്ഞാൽ, ദൈവസ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അനുചിത പ്രവൃത്തികൾ വരും. 15
സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. അനുചിത പ്രവൃത്തി തന്നെ എപ്പോഴാണെന്ന് അറിയാവോ? സ്നേഹം പോയി ഇവർക്ക്. ഇവരിപ്പോൾ ഒരു മകനുണ്ട് അവിടെ, അവൻ ഓസ്ട്രേലിയയിലാണ് മറ്റാണ് പഠിക്കണത്. അവൻ അവിടെ കല്യാണം കഴിച്ച് അവിടെ വീട് സ്ഥലം മേടിക്കാൻ പോവുകയാണ്. ഈ അപ്പനും അമ്മയുടെ കാര്യം കണ്ടത് തീരെ കണക്കായി. ഇപ്പം എന്താണ്, എന്നിട്ട് ഇവരിവിടെ 8 നിലയുള്ള 8 മുറിയുള്ള വീട് ഇവിടെ വെച്ചിരിക്കുകയാണ്, താഴെ മുകളിലുമായിട്ട്. ഈ വീട് ഇവരുടെ കാലത്തേക്ക് ആരാണ് അവരിങ്ങോട്ട് വരാൻ വരത്തില്ല. അനുചിത പ്രവൃത്തികൾ. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വയം മഹത്വം ഉണ്ടാകും. ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും? സ്വയം മഹത്വം ഉണ്ടാകും. അപ്പം മറ്റുള്ള മുമ്പിൽ ആളെങ്ങനെ കളിക്കാമെന്നത് നോക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. എന്താണ്, ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ അനുചിത പ്രവൃത്തികളുണ്ടാകും. പിന്നെ എന്താണ്, അധമ വികാരം ഉണ്ടാകും. എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ പോകും, തെറ്റായ തീരുമാനങ്ങൾ വരാം. നിങ്ങളവർക്ക് ശരി എന്നാൽ നമുക്കൊരു കൂട്ട് കമ്പനി തുടങ്ങാം, ബിസിനസ് തുടങ്ങാം. അവസാനം ഇങ്ങനെ ഏജൻറ്റ് പറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനോട് എൻ്റെ അടുത്ത് വരും. അവൻ കൊണ്ടുപോയി വെച്ചാൽ ഈ 50 ലക്ഷം രൂപ അവൻ കൊണ്ടുപോയി പറയും. എന്നെടുത്ത തീരുമാനമാണിത്. ഏതോ കാലത്ത് ദൈവത്തെ പറ്റിച്ചെന്ന് എടുത്ത തീരുമാനമാണിത്. ദൈവത്തോട് ഇത് ചോദിക്കാൻ എടുത്ത തീരുമാനമാണ്. അതാണ് റോമ 1:28 ഭയങ്കര വചനമാണ്. അത് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ സംരക്ഷണം പോകും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഭയങ്കരമാണ്. 91:14 പറഞ്ഞത്, നീ എന്നോട് ഒട്ടി നിന്നാൽ ഞാൻ നിന്നെ രക്ഷിക്കും. സങ്കീർത്തനം 91:14 എടുത്തേ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി അതാണ് കണ്ട, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവനെ സംരക്ഷിക്കും. അപ്പൊ നമുക്ക് ദൈവ സംരക്ഷണം അധമ വികാരങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അനുചിത പ്രവൃത്തികൾക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, കടങ്ങൾ കയറി മുടിയാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം, ദൈവത്തോട് നന്ദിയിൽ ഒട്ടി നിൽക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. അതാണ് മഹത്വം എന്ന് പറയുന്നത്. അത് വാക്കിൽ കൊടുക്കാം, പ്രവൃത്തി കൊടുക്കാം. അതാണ് ഈ ഉടമ്പടി കസ്തരണേൻ്റെ കാര്യം. അതാണ് അതിൻ്റെ അകത്ത് ഇതെല്ലാം കണ്ടന്റ് വൈസ് എല്ലാം കംപ്ലീറ്റ് ആൻഡ് റിച്ച് ആൻഡ് കംപ്ലീറ്റ് ആണ് സംഭവം. അപ്പം അതുകൊണ്ട് ഈ വചനങ്ങളുടെ നേരെ വഴികൾ വന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നിട്ട് എന്തിനാണ്? സംരക്ഷണം പുനഃസ്ഥാപിക്കുക. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.